ക്ലാസിക് സംഗീതത്തിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് അവിടെ നിൽക്കും. നമ്മൾ നോട്ട് എഴുതി സിംഫണി പോലെ സ്ട്രിങ്സ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന മ്യൂസിക്കിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. പക്ഷേ അത് കണ്ടമാനം നമ്മൾ സിനിമയുടെ തുടക്കകാലം മുതൽ കാര്യമായ ഇമോഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്ട്രിങ്സ് യൂസ് ചെയ്യാം. നമുക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാം, ചില സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് പോകാം. അത് ഹാർഡ് വർക്കിൻ്റെ വേ അല്ല, സ്മാർട്ട് വർക്കാണ്. അപ്പോൾ സ്മാർട്ട് വർക്കിൻ്റെ ലോകമാണ്. ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അധികം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, അവർ മെയിൻ സ്ട്രീമിൽ വരുന്നുമില്ല. സോ അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായപ്പെടാനേ പറ്റുള്ളൂ. പക്ഷേ സൗണ്ടിങ് ഈ പറഞ്ഞതുപോലെ ഇനി വളരെ ഈസി ആയിട്ട് ഇനിയത്തെ വേൾഡ് മ്യൂസിക്കിൽ എപ്പോഴും ഒരുപാട് സപ്പോർട്ടിങ് ഉണ്ടാവും. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് താഴേക്ക് പോകും. ഉപയോഗിച്ച് വളരെ സ്പീഡിൽ നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഒരു റിസർച്ച് നടക്കുകയും അങ്ങനെ മ്യൂസിക് വരും. അതായത് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ല, എന്ത് കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ടാക്കണം എന്നുള്ളതിലൊരു റിസർച്ച് വരും. എന്ത് വേണോ, നമ്മളെന്താണ് നമ്മുടെ ഇൻറ്റൻഷൻ ആ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. കമേഴ്ഷ്യലൈസ് ചെയ്യണം, അങ്ങനെ ചെയ്യാം, മൂടാവേണ്ടത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇനിയത്തെ ഫ്യൂച്ചർ തീരുമാനിക്കും എന്ന് പറയുന്നത് ശരി.